ഹലോ അപ്പം വന്നിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ തലപതി അണ്ണൻ്റെ നമ്മുടെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒഫീഷ്യലായി വന്ന OTT റിലീസ് അപ്ഡേറ്റ് സംസാരിക്കാനായിട്ടാണ്. അതിന് വിഷയം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റൂഡിയോസ് യൂട്യൂബ് ചാനൽ. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വെങ്കട് പ്രഭുവാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. യുവൻ ശങ്കർ രാജാണ് സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മൈക്ക് മോഹൻ, തലപതി വിജയ്, പ്രഭുദേവ് അങ്ങനെ കുറച്ച് കാസ്റ്റൊക്കെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. സിനിമേൻ്റെ ഓഡിയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, മറ്റ് സ്ഥലത്തൊക്കെ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. കേരളത്തിൽ സിനിമ ദുരന്തം ബോക്സ് ഓഫീസാണ്, ഡിസാസ്റ്ററാണ് സിനിമ കേരളത്തിൽ. എന്നാൽ പോലും മറ്റിടങ്ങളിൽ നിന്നൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെയായിട്ട് സിനിമ 450 കോടിൻ്റെ അടുത്തെങ്ങാണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ തന്നെയായിട്ട് സിനിമേൻ്റെ ഒഫീഷ്യലായിട്ട് HD പതിപ്പും കൂടിയ ക്വാളിറ്റിയിലൊക്കെ നമ്മുടെ ഹിന്ദുസ്ഥാൻ വഴി പടത്തിൻ്റെ HD ലീക്കായ കാര്യം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ദ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ടീം പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ സിനിമേൻ്റെ OTT റിലീസ് ഡേറ്റും റിലീസ് പോസ്റ്ററും പുറത്തിറക്കിയിരിക്കുകയാണ്. ഒക്ടോബർ മാസം 3-നാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഗാന്ധി ജയന്തി കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ രാത്രി 12 മണിക്ക് ശേഷം സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. ഓൾമോസ്റ്റ് മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കുലായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ. എന്തായാലും പടത്തിൽ എക്സ്റ്റെൻഡഡ് കട്ടിൽ നിന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും സിനിമ റൺ ടൈം. അപ്പോൾ സ്പെഷ്യലായ ഡയറക്ടേഴ്സ് കട്ട്സും കൂടി നമുക്ക് സിനിമേൻ്റെ OTT റിലീസിൽ കാണാൻ സാധിക്കും. ഇതുണ്ടാവുമെന്നാണ് എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് ഇതുവരെയായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുമോ ഇല്ലയോ എന്നതോ സാധാ 3 മണിക്കൂറിൽ പടം അവസാനിക്കുമോ. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ 40 മിനിറ്റിൻ്റെ ഒരു വമ്പൻ പടം തന്നെയായിരിക്കും ദ ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ബേസിക്കലി സിനിമയ്ക്ക് വലിയ സ്റ്റോറി ഒന്നും ഇല്ല, ഒരു വീക്ക് സ്റ്റോറിയാണ്. എല്ലാ തലപതി വിജയ് പടങ്ങളിലുള്ള പോലെ തന്നെ ഈ പടത്തിൽ വളരെയധികം വീക്കായ ഒരു സ്റ്റോറി ആയിപ്പോയി, വളരെ ക്ലിഞ്ച് സ്റ്റോറി ആയിപ്പോയി. പടത്തിൽ ആകെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന DAGing ആണ്. അത് അത്യാവശ്യം നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, പണി അറിയുന്നവർ. ഒരു തലപതിൻ്റെ DAGing കുറച്ച് മോശമായിപ്പോയി, എന്നാലും മറ്റ് DAGing ഒക്കെ അത്യാവശ്യം നൈസായിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിലെ പാട്ടാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത പാട്ട് തന്നെയാണ്. ഈവൻ തൃശ്ശനൊക്കെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച പാട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ OG എന്ന് വരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ വില്ലൻ BGM അത്യാവശ്യം നൈസായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പാട്ടിൽ അത്യാവശ്യം പോസിറ്റീവായിട്ട് പറയാനുള്ളത്. എനിക്കിഷ്ടപ്പെട്ട അത് 2 മാത്രമാണ്, ബാക്കിയൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയറാമേട്ടനൊക്കെ സിനിമയിലുണ്ട് മലയാളത്തിൽ നിന്ന്. അങ്ങനെ കുറച്ച് കാസ്റ്റും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. എല്ലാ രീതിയിലും പടം എനിക്ക് ബേസിക്കലി ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നാൽ പോലും പടം ഇപ്പോഴും തിയേറ്ററുകളിൽ ചില ഇടങ്ങളിലായിട്ട് ഓടുന്നുണ്ട്. ഒക്ടോബർ 3-നാണ് സിനിമ OTT റിലീസും ചെയ്യാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ OTT റിലീസായിട്ട് കാത്തിരിക്കുക ഒക്ടോബർ 3-ന് പല ഭാഷകളിലായിട്ട്. എന്തായാലും മലയാളത്തിലെ സിനിമേൻ്റെ സോങ്സും ഡയലോഗും എന്തായാലും കോമഡി ആവുമെന്ന് ഇക്കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. കൂൾ സിനിമ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ്.